ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? വിഷു ഇങ്ങെത്തി. അപ്പം നമുക്കറിയാമല്ലോ, വിഷുവിന് വിഭവസമൃദ്ധമായ സദ്യയൊക്കെ ആയിരിക്കും പലയിടത്തും ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കണ്ടേ, നല്ല ടേസ്റ്റി ആയിട്ടും മധുരമായിട്ടും. അപ്പം ഞാൻ ഓർത്ത് ഒരു ആടപ്രഥമൻ പായസം ഉണ്ടാക്കിയേക്കാം അല്ലേ. പലയിടത്തും ഏതായാലും സദ്യയുടെ കൂടെ പായസമൊക്കെ ഉണ്ടാക്കും. സദ്യ ഒരിക്കലും വിഷുവിന് പായസം ഉണ്ടാക്കും. അപ്പം നല്ല ടേസ്റ്റിയോട് കൂടി തന്നെ നമുക്കൊരു ചെറിയ അളവിൽ അടപ്രഥമ പായസം ഉണ്ടാക്കാം. കൂട്ടത്തിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇപ്പം നമ്മൾ അടപ്രഥമന് ആദ്യമേ തന്നെ കുറച്ച് വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് തിളയ്ക്കാൻ വേണ്ടി. ഇപ്പം തിളച്ചിട്ടുണ്ട്, ഉണ്ട്, വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഒരു 200 ഗ്രാം പാക്കറ്റാണിത്. അരിയുടെ അട, അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം മാത്രം ഈ അട അങ്ങോട്ട് ഇട്ട് കൊടുക്കും. മട്ട അരിയുടെ അട കിട്ടും, എല്ലാം സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നതാണ്. ഞാൻ വെള്ള അരിയുടെ അടയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വേകണം. നല്ലപോലെ വേകണം കേട്ടോ. ഇപ്പോൾ ഒരല്പസമയമായിട്ടുണ്ട്. നമുക്ക് അട വെന്തോ നോക്കണം. നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം. ഇതുണ്ട്, ഇതേപോലെ വെന്തതിന് ശേഷം അട അങ്ങോട്ട് കോരിയെടുക്കും. നല്ലപോലെ വെന്തതിന് ശേഷം മാത്രമേ ഇത് കോരി എടുക്കാവുള്ളൂ. ഇനി ഇത് നേരെ കുറച്ച് പച്ചവെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കും. നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന അട ഒരു 2-3 വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് മാറി മാറി ഒന്ന് കഴുകി എടുത്തിട്ട് വരട്ടെ. അപ്പം നമ്മൾ 2-3 വെള്ളത്തിലൊന്ന് മാറി മാറി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നാത്തിനാണെന്നറിയോ, ഇതിനകത്ത് പശയുണ്ട്, മാറാനായിട്ടാണ് അങ്ങനെ ചേഞ്ച് ചെയ്ത് വെള്ളം ഒഴിക്കുന്നത്. നമ്മൾ അടുപ്പ് ഒന്നര കത്തിച്ചിട്ട് ഇതേപോലെ ചെറിയ സ്റ്റീൽ പാത്രം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 200 ഗ്രാം അടയ്ക്കാണ് ഏകദേശം ഒരു 350 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഒന്ന് തല്ലിപ്പൊട്ടിച്ച് ഇട്ടതാണ്. അതെ, ശർക്കരയൊക്കെ നല്ലപോലെ ഒന്ന് ആലത്തിട്ടുണ്ട്. ഇത് നമ്മൾ താത്ത് വെക്കുകയാണ്. ഇനി ഇതിനകത്ത് വെള്ളമെല്ലാം ഊറ്റിയെടുക്കട്ടെ. ഇനി നമുക്ക് ഒരു ഉരുളി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓട്ടുരുളിക്കകത്ത് ചെയ്യുന്നതിൻ്റെ ഒരു ഐശ്വര്യം വേറെ തന്നെ അല്ലേ. അപ്പോൾ ഈ ഉരുളി ചൂടായ ശേഷം നമുക്ക് ആദ്യം തന്നെ കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതേപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുക. ആ തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇളക്കി തേങ്ങക്കൊത്തൊക്കെ ഒന്ന് ചുമക്ക മുപ്പിച്ചെടുക്കണം. വിഷുവൊക്കെ ആകുമ്പോൾ ഏതെല്ലാം സൈസ് പായസങ്ങളാണ് അല്ലേ. പല വീടുകളും പല വെറൈറ്റി ആയിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കും പായസമൊക്കെ ചെയ്യുന്നത്. തേങ്ങക്കൊത്തൊക്കെ ഇതേപോലെ ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇതേപോലെ ഒരു പിടി അണ്ടിപ്പരിപ്പ് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു കളർ മാറി വരുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ കുറച്ച് മുന്തിരിങ്ങ അതുകൂടെ ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരണം. ആദ്യം തേങ്ങ ഒരു മീഡിയം രീതി മൂത്ത് വരുമ്പോഴത്തേക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഇടാവുള്ളൂ. അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് മൂത്തുമ്പോൾ തേങ്ങ മൂക്കാതെ ഈ മുന്തിരിയൊക്കെ ഒന്ന് പൊങ്ങി വരണം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഈ തേങ്ങക്കൊത്തൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്കിത് കോരിങ്ങിടും. ഇപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ തേങ്ങ എല്ലാം വറുത്ത് മാറ്റി വെച്ച ശേഷം ഇനി നമുക്ക് ഈ അട ഈ നെയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കും. ഈ നെയ്ക്കകത്ത് നമുക്ക് ഈ അട ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ ആ നെയ്ക്കകത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കും. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ അരിച്ച് ഇതുണ്ടോ, കല്ലും മണ്ണും ഒക്കെ കാണും. അതുകൊണ്ട് ഇതുപോലെ അരിച്ചെടുക്കും.
ഇനി തീ ഒന്ന് കൂട്ടി വെക്കും. ഇനി ശർക്കരപ്പാനിക്കകത്ത് കിടന്ന് ഇവ നല്ല പോലെ ഒന്ന് വെന്താണ്, എന്നാലും കുറച്ചുകൂടെ ഇതേപോലെ നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വരണം. അപ്പോൾ ഇതിങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. കാര്യം എന്നാന്ന് പറയുക, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിക്കകത്ത് കിടന്ന് ആടെ ഇതേപോലെ ഒന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ വെള്ളം കൂടല്ലേ ശർക്കരയുടെ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ. അത് 350 ഗ്രാം ശർക്കര ഇട്ട് ഒരു ഗ്ലാസ് കൊടുക്കും. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ ചുക്കുപൊടി, 1/2 ടീസ്പൂൺ അളവ് ചുക്കുപൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനിയും വേണ്ടത് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി അത് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണ് ചെറിയ ജീരകപ്പൊടി അത് ഇട്ട് കൊടുക്കുക. ഏലക്കായ ചുക്കുപൊടിയൊക്കെ ചേരുമ്പോഴാണ് പായസത്തിന് ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു ചെറിയ അളവ് ഞാൻ കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ചുള്ള ചേരുവകളൊക്കെയാണ് ചേർക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കൊരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ കൊടുത്തിട്ട് കൊടുക്കുക. കാര്യം ഒരല്പം ഉപ്പ് പൊടി വേണം ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ. അല്ലെങ്കിൽ അടപ്രഥമനുണ്ട് ചെറിയ നേരിയ രീതിയിലൊരു രസമുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഇനി തേങ്ങാപ്പാൽ. ഇതിനൊരു അരപ്പാത്രം 2 പാലുണ്ട്, അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും. അതിന് ശേഷം 2 പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. 2 പാലിനകത്ത് ഇതൊന്നുകൂടെ ഒന്ന് റെഡിയാവണം. ഇനി നമുക്കൊരല്പം നെയ്യോടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അല്പം നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി. ഈ 2 പാലിനകത്ത് കിടന്ന് ഇത് നല്ലപോലെ കുറുകി വരണം. അപ്പോൾ 2 പാലൊക്കെ ഒഴിച്ച് നമ്മുടെ പായസമൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇതേപോലെ നന്നായിട്ടത് കുറുകി വരുന്നുണ്ട്. നെയ്യ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ ഒരല്പം നെയ്യോട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കാര്യം പായസത്തിന് നെയ്യ് വേണമല്ലോ. അത്യാവശ്യത്തിന് നെയ്യൊക്കെ ഒഴിക്കുമ്പോഴാണ് പായസത്തിൻ്റെ ആ ഒരു ഒരു ടേസ്റ്റൊക്കെ കൂടുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 1 പാലോട് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നല്ല കട്ടക്കുള്ള തേങ്ങാപ്പാൽ. ആ 1 പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളയ്ക്കൊന്നും വേണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കിയിട്ട് വാങ്ങി അങ്ങ് വെക്കുക. കാര്യം തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കുറയും. അതുകൊണ്ടാണ് ഒരുപാട് തിളയ്ക്കേണ്ട കാര്യമില്ല. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ള. ഇനി നമുക്ക് അടുപ്പങ്ങ് നിർത്താം. അടപ്രഥമൻ റെഡിയാക്കിയിട്ട് ഇത് താഴോട്ട് വെക്കാം. അപ്പോൾ ഇത് കുറുകുകയാണെന്നുണ്ടെങ്കിൽ അല്പം കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാമെന്നുള്ളേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു മീഡിയം രീതിയിലുള്ള മധുരമേ ഉള്ളൂ. പിന്നെ അടപ്രഥമൻ ആകുമ്പോഴത്തേക്ക് ഇച്ചിരി മധുരം വേണം അല്ല പായസത്തിന് മധുരമില്ലെന്ന് പറയും. ഇതിപ്പോൾ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ഗ്ലാസ് എടുത്തിട്ട് കുറച്ച് അടപ്രഥമൻ അങ്ങോട്ട് ഒഴിക്കുക. ഈ അടപ്രഥമൻ ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. പലർക്കും പല രീതിയിലും വ്യത്യസ്തമായ രീതിയിലൊക്കെ അറിയാം. ഒരുപാട് പായസങ്ങളൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ സർവ്വസാധാരണമായിട്ട് മിക്കപ്പോഴും ചെയ്യുന്നതും പക്ഷേ വിഷു ആയതുകൊണ്ട് ഇന്നൊരു അടപ്രഥമൻ ഞാൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം തന്നെയാണ്. എന്തായാലും ശരി, ഇച്ചിരി പായസം കുടിച്ചിട്ടുള്ള കാര്യമുള്ളൂ. പിന്നല്ല ഞാനിത് ചെയ്തിട്ട് പറയാം കേട്ടോ. ഒരു ടേസ്റ്റ് കറക്റ്റ് മധുരമൊക്കെ ആയിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഒന്ന് ചെയ്ത് നോക്ക്. എല്ലാവർക്കും പായസം ഉണ്ടാക്കാൻ അറിയണമെന്നൊന്നുമില്ല. അറിയാൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടപ്രഥമൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു. ഇനി ഒരു കാര്യം കൂടെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ദിനാശംസകൾ. പിന്നെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബായ്.